ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബനാ സിദ്നാ ഇൽമാ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما نافعا. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന ഇങ്ങനൊരു സദസ്സിൽ അള്ളാഹ് നമുക്ക് ഒരുമിക്കാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞത് അൽ ഹഫിയ എന്നുള്ള നാമവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമായിരുന്നു അല്ലേ. ഇന്ന് നമുക്ക് പറയാനുള്ളത് അൽ വലിയു അൽ മൗല എന്നുള്ള നാമമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ കേട്ട ഒരു ചെറിയ ഒരു മിനിറ്റുള്ള ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ചിലപ്പോൾ പലരും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇടുന്നതെല്ലാം നോക്കിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ അല്ലേ. ചിലതങ്ങനെ ടാഗ് ചെയ്ത് പോവും, ചിലപ്പോൾ നോക്കന്നെ ഇല്ല ഗ്രൂപ്പ്, അങ്ങനെയും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ളത് അല്ലേ. ഞാൻ വിചാരിക്കുന്ന മിക്ക ആൾക്കാരുടെയും വായിൽ കൂടുതലായിട്ട് വരുന്നത് അതന്നെയായിരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരുടെയും നാവിലൂടെ കൂടുതലായി ചൊല്ലുന്ന ഒരു ദിക്റെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അങ്ങനെ ആയിരിക്കും അല്ലേ. ചിലപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഉണ്ടാവും, ചിലപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ആയിരിക്കും, ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എനിക്ക് പൊതുവേ കൂടുതലായിട്ട് വരാറുള്ളത് ഈ ഒരു ദിക്റാണ്. അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ടല്ലോ, നമ്മൾ അറിഞ്ഞതാണ് അല്ലേ. നമുക്കറിയുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹുവിനും ഏറ്റവും അല്ലെ, ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളെക്കാളും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ കലിമത്തുകൾ നമ്മൾ ചൊല്ലുന്നത്. അതുപോലെ അതിന് എത്രയും ഭാരമാണ് അല്ലെ, തുലാസുകളിൽ അത്രയും കനമുള്ളതാണ് അത് മാത്രമല്ല നമുക്കെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുന്നതാണ്. അങ്ങനെ ഒരുപാട് അല്ലേ. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അർശ് വഹിക്കാൻ വേണ്ടി പ്രയാസമായ സമയത്ത് അവർക്ക് അള്ളാഹു തആല പറഞ്ഞു കൊടുത്താണല്ലേ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇങ്ങനെ ചൊല്ലാനല്ലേ. അപ്പം ഓരോന്നിനും നമ്മൾ സുബ്ഹാനല്ലാഹ്ക്ക് വേറെ, അൽഹംദുലില്ലാഹ്ക്ക് വേറെ, അല്ലാഹു അക്ബറിന് വേറെ, അങ്ങനെ നൂറെണ്ണം വ്യത്യസ്തമായ രീതിയിൽ ആ പ്രതിഫലങ്ങൾ അതും നമ്മൾ പഠിച്ചതാണ്. അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ ഉണ്ടാവോ അല്ലാഹു ആലം അല്ലേ. ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ എന്തൊരു ഇൽമ് കിട്ടിയാലും അമലാക്കണം എന്ന് പറയുന്നത് അതാണ്. ഇപ്പം ഒരു കാര്യത്തിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ ഫലായിൽ അല്ലേ, ഒരുപാട് ഫലായിലുകളുള്ള കർമ്മങ്ങളുണ്ടല്ലോ, ശ്രേഷ്ഠതകൾ. ഓരോന്നിനും ശ്രേഷ്ഠ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. അപ്പം നമ്മൾ ഫലായിലുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ, ആ നിയത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾക്ക് ആ ഫലായിൽ മറന്നു പോവില്ല. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫലായിലൊന്നും നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ. ഓരോ ഹർഫിന് 10 പ്രതിഫലം ഉണ്ടെന്നറിയാം. ഒരായത്ത് പഠിച്ചാൽ എത്ര പ്രതിഫലം ഉണ്ടെന്നറിയാം. ഒരു രാത്രി ഒരു പേജ് അല്ലെ, ഒരു 10 ആയത്ത് പാരായണം ചെയ്താൽ
എത്രയാണ് പ്രതിഫലം. അതുപോലെ നമസ്കാരത്തിലൊരു 3 ആയത്തുകൾ പാരായണം ചെയ്താൽ എത്രയാ പ്രതിഫലം. രാത്രി നമസ്കാരത്തിൽ അല്ലെ 100 ആയത്ത്, അങ്ങനെ അങ്ങനെ 10 ആയത്ത്, 100 ആയത്ത്, 1000, അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ എത്രയാന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ മനസ്സിൽ ഈ ഒരു നിയത്തും ഇല്ലാതെ നമ്മൾ ഖുർആൻ ഓതിയാൽ നമുക്ക് ഈ ഫളായിലൊന്നും നമുക്ക് അറിയണ്ടാവില്ല അല്ലേ. നമുക്കത് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്കത് കിട്ടുക. അപ്പം അതുപോലെ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്ന്റെ ശ്രേഷ്ഠത എല്ലാം നമ്മൾ കുറേ പഠിച്ചതാ കേട്ടതാ. പക്ഷെ ചിലപ്പോൾ എല്ലാം ഒന്നും എല്ലാവർക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പം ഇന്നലെ ഞാൻ കേട്ട ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവുമായിരിക്കും. ഞാൻ ഇന്നലെയാണ് അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം കേട്ടത്. എന്താ പറയുന്നതെന്നറിയോ, നമ്മൾ ഇതിങ്ങനെ ചൊല്ലുമ്പോൾ, ഈ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ അടുക്കൽ പോയിട്ട് അർഷിന് ചുറ്റും തേനീച്ചകൾ ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ കറങ്ങി ഇതാക്കും. ഒരു മൂളൊക്കെ ഉണ്ടാവില്ലേ, തേനീച്ചക്ക് ഒരു മൂളൊക്കെ ഉണ്ടാവും. അതുപോലെ അതിങ്ങനെ നമ്മളെ പേര് അവിടെ വിളിച്ച് പറയും പോലും ഈ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ അള്ളാഹുവിൻ്റെ അർഷിന് ചുറ്റും ഇങ്ങനെ നമ്മളെ പേരിങ്ങനെ വിളിച്ച് പറയും. സുബ്ഹാനല്ലാഹ്, എന്താ പറയാല്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ആ ഒരു സംഭവം, ആ കാഴ്ച നമ്മളിങ്ങനെ ഒന്ന് കണ്ടു നോക്കിയാട്ടെ, വെറുതെ അതൊന്ന് കേട്ട് നോക്കിയാട്ടെ മനസ്സിൽ. അള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട്, അള്ളാഹിൻ്റെ അർഷിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ പേരിങ്ങനെ പറയാന്ന് പറയുമ്പോൾ, നമ്മളിങ്ങനെ ചൊല്ലുമ്പോഴൊക്കെ അവിടെ പോയിട്ട് അള്ളാഹ്ക്ക് അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചൊല്ലുന്നത് എല്ലാം റബ്ബിനറിയാലേ. അള്ളാഹിൻ്റെ അറിവിലും കഴിവിലും പെടാത്തതായിട്ടൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാ അല്ലെ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കും തോറും നമ്മളെ റബ്ബിനെ കൂടുതൽ അടുത്തറിയുന്നുണ്ട്, റബ്ബ് നമ്മളെ എത്രത്തോളം നമ്മളെ അറിയുന്നുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചതാ, നമുക്ക് അറിയുന്നതാ. പക്ഷെ എന്നാലും റബ്ബിന് ഇതൊക്കെ അറിയാമെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ പോലും നമ്മളെ പേര് അവിടെ വിളിച്ചു പറയാന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഒരു 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 ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഇതിങ്ങനെ ദിക്ർ ഇവിടുന്ന് ചൊല്ലുമ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് നമ്മളെ പേരിങ്ങനെ വിളിച്ചു പറയാന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭയങ്കര ഒരു ആനന്ദകരമായ ഒരു ഇതാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ ഒരു ഫളായിലും കൂടി ആ ദിക്റുകൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ റബ്ബിൻ്റെ അടുക്കൽ നമ്മളെ പേര് വിളിച്ച് പറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ദിക്റുകൾക്കും വ്യത്യസ്തമായ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ. അതൊക്കെ ഓർമ്മിച്ചു കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഫളായിലുകളും അറിഞ്ഞ് അതിന് എത്രമാത്രം പ്രതിഫലം ഉണ്ട് എന്ന് അറിഞ്ഞ് അത് ആഗ്രഹിച്ചു കൊണ്ട് തന്നെ, അത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ഓരോരുത്തരും എന്താക്കുക, ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്ന് ഞാൻ അസ്മാഉൽ ഹുസ്നൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമോ? അതും എല്ലാവരും വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വേഗം ചടപടാന്നിട്ട് ലിങ്ക് തൊട്ട് അങ്ങ് കയറിയതായിരിക്കുമല്ലോ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു ഉദ്ധരണിയാണ് അവിടെ ഇട്ടത്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അവയ്ക്ക് ഓരോത്തിനും പ്രത്യേകമായി ചില ഇബാദത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് നിർവഹിക്കുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ പരിപൂർണമായ ഇബാദത്ത് നിർവഹിക്കുന്നവൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മനുഷ്യന് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന പേരുകൾ പഠിച്ച് അത് മുഖേന ഇബാദത്ത് ചെയ്യുന്നവനാണവൻ. ഏതെങ്കിലും ഒരു പേര് മാത്രം പഠിച്ച് അതുകൊണ്ട് ഇബാദത്ത് ചെയ്ത് മറ്റു പേരുകൾ അവഗണിച്ചുള്ള ഇബാദത്ത് പരിപൂർണ ഇബാദത്തല്ല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയില്ലേ, നമ്മളിപ്പോൾ ഒരുപാട് നാമങ്ങൾ പഠിച്ചില്ലേ, ഇനി നമുക്കൊരു നീണ്ട റിവിഷൻ വേണം ഇൻഷാ അള്ളാ. നമ്മളെ പാഠം ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഇതുമായിട്ട് തന്നെ അസ്മാഉൽ ഹുസ്നൻ്റെ ഇതുമായിട്ട് തന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ചകളെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചു കഴിഞ്ഞവർ പിന്നെയും അതന്നെ ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഇത് ഒരു വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതലേ പിന്നെ ഒന്നും കൂടി അങ്ങനെ ഇത് പറഞ്ഞ് നമുക്കിതിൻ്റെ ആശയവും അർത്ഥവും നമുക്കിങ്ങനെ മനസ്സിൽ തറവാകുന്ന രൂപത്തിൽ ഇപ്പോൾ ഇത് വായിച്ച പോലെ ഓരോ നാമങ്ങൾ കൊണ്ടും നമുക്ക് ഇബാദത്ത് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉയരണം.
ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നിരന്തരം നമ്മളിതിങ്ങനെ അള്ളാഹിനെ കുറിച്ചില്ലേ നമുക്ക് എത്ര കേട്ടാലും മതിയാകൂല. ആദ്യ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പലരും മറന്നിട്ടുണ്ടാവും അല്ലെ. ഈ പറയുന്നത് ഞാൻ തന്നെ, എനിക്ക് തന്നെ ഇപ്പൊ എല്ലാ നാമങ്ങളെയും പിന്നെ വിശദീകരണങ്ങളൊന്നും അങ്ങനെ കറക്റ്റ് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയിലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിക്കും നമുക്കിതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കാം എപ്പോഴും എപ്പോഴും അല്ലെ. ഇതുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കൂട്ടി കെട്ടിക്കൊണ്ടുപോകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാനും അതിലൂടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലേ. ഇപ്പം ഓരോ പിന്നെ നാമങ്ങളും നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എടുത്ത് ഉദ്ധരിച്ച് ദുആ ചെയ്യാൻ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ എല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മളെ ഈ ഗ്രൂപ്പിലെ ഒരു പഠിതാവ് തന്നെ, അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായി. ശരിക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന നേരത്തെ 100 നാമങ്ങൾ 99 നാമങ്ങളും പിന്നെ നേരത്തെ പഠിച്ചിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പോലും. പക്ഷേ അതങ്ങനെ പണ്ടേ പഠിച്ച ആ ഒരു ഇതിൽ ചൊല്ലിയിട്ട് പോകുന്നതാ. പക്ഷേ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ ക്ലാസ്സിൽ ഓരോ നാമങ്ങളുടെയും വിശദമായ ഓരോ അർത്ഥങ്ങളും പഠിച്ചപ്പോൾ ശരിക്കും അള്ളാഹിനെ ഇങ്ങനെ അറിയാനും ഓരോ സമയത്തും അതിനനുസരിച്ച് നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനും ഇങ്ങനെ സാധിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ അതിന് ഉത്തരവും കിട്ടുന്നുണ്ട്. അതാണ് അങ്ങനെ ഓരോ സമയത്തും അതിൻ്റെതായ നാമങ്ങൾ അതിൻ്റെ അർത്ഥവും ഇത് ഓർമ്മിച്ചിട്ട് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവും കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം എൻ്റെ അടുത്ത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ കഴിയട്ടെ. അള്ളാഹു നമുക്ക് നമ്മൾ പഠിക്കുന്നത് വെറുതെ കേട്ട് പോകുന്ന ഇതിനപ്പുറത്തേക്ക് ഇത് നമ്മളെ ഹൃദയം കൊണ്ട് കേൾക്കാനും നമുക്ക് ഈ നാമങ്ങൾ കൊണ്ട് ഇബാദത്തുകൾ എടുക്കാനും ദുആ ചെയ്യാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്ക് പിന്നെ ഇന്ന് പഠിക്കാനുള്ള നാമത്തിലേക്ക് നമുക്ക് കടക്കാം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇന്ന് നമുക്ക് പറയാനുള്ളത് അൽ വലി അൽ മൗല. നമ്മൾ ഒരുപാട് കേട്ട ഒരു വാക്കാണ് അല്ലേ വലി എന്നുള്ളത്. ഈ വലിയിൻ്റെ നാമം പറയുന്നതെന്ന് വെച്ചാൽ റബ്ബ്, മാലിക്, സയ്യിദ്, മുനഇം, നാസിർ, മുഹിബ്, അൽ ഖരീബ് ഇങ്ങനെയുള്ള നാമങ്ങളുടെ ആശയങ്ങളെല്ലാം അൽ വലി എന്ന നാമത്തിന് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അൽ ഹലീമി റഹ്മുള്ള പറയുന്നു അൽ വലി അൽ വാലിയാകുന്നു. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിയന്ത്രണം ഉടമപ്പെടുത്തിയവൻ എന്നാണ്. നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടില്ലേ, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. ഭയങ്കര നല്ലൊരു ആയത്താണത്. ശരിക്കും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയ ഒരു ആയത്താണല്ലേ. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാണ് ആര്? അല്ലാഹു. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അവൻ അല്ലാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം അല്ലാഹു നമ്മളെ വിശ്വാസികളുടെ സഹായവും മാർഗദർശനവും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വലിയാകുന്നു. ഇപ്പം ഒരു കുട്ടിയുടെ സഹായവും നിർദ്ദേശവും കുട്ടിയുടെ വലിയ ഏറ്റെടുക്കും അല്ലേ. ഇപ്പോൾ ഒരു ഗാർഡിയൻ എന്ന് പറയൂലേ. അപ്പോൾ അതുപോലെ അള്ളാഹു നമ്മളെ വിശ്വാസികളുടെ എല്ലാ കാര്യങ്ങളും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വലിയാകുകയും അതുപോലെ തന്നെ അന്ത്യനാളിൽ അവരുടെ പ്രതിഫലവും കൂലിയും അവൻ എന്താക്കിയിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. അവൻ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നാ പറയുന്നത്. അതുപോലെ വലിയ പോലെ തന്നെ അൽ മൗല എന്ന് പറയുന്നത്, അൽ ഖത്താബി റഹ്മുല്ല പറയുന്നത്, അൽ മൗല എന്ന് പറയുന്നത് സഹായിയും താങ്ങേകുന്നവനുമാകുന്നു. നമുക്ക് താങ്ങും തണലുമാകുന്നു എന്നെല്ലാം പറയൂലേ, അതുപോലെ. പിന്നെ അൽ മൗല എന്ന് പറയുന്നത് സഹായത്തിൻ്റെ വിഷയത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നവനാകുന്നു. കാരണം അവനാകുന്നു അൽ മാലിക് അല്ലേ. അടിമക്ക് അഭയം തൻ്റെ യജമാനിനല്ലാതെ ഇല്ല അല്ലേ. നമുക്ക് എല്ലാ നിലക്കും അഭയവും
അഭയം നൽകി നമ്മെ സഹായിക്കുന്ന ഉടമസ്ഥനായ അൽ മാലിക്കായ സയ്യിദായ നാസിറായ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന അങ്ങനെയുള്ള റബ്ബ് അൽ മൗല അൽ വലി അൽ മൗല ഈ രണ്ടും ഏകദേശം സാമ്യതയുള്ള അർത്ഥങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ ഒരു പിന്നെ അള്ളാഹുവിൻ്റെ വിലായത്ത് അള്ളാഹുവിൻ്റെ വിലായത്ത് പിന്നെ എവിടൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിലായത്ത് അല്ലെ, ആ രക്ഷാകർതൃത്വം എന്ന് പറയൂലേ, അത് സൃഷ്ടികൾക്ക് നേരെ രണ്ട് നിലക്കാണ് അള്ളാഹു തആല പിന്നെ അത് പറയപ്പെടുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് സൃഷ്ടികളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവ കൈകാര്യം ചെയ്യുന്നവനും അവർക്ക് മേൽനോട്ടം വഹിക്കുന്നവനുമാണ് അള്ളാഹു. കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. പിന്നെ അള്ളാഹു നമ്മളെ മനുഷ്യന്മാരെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മനുഷ്യർന്നല്ല എല്ലാവരുടെ കാര്യങ്ങളും ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നവനും അവർക്ക് മേൽനോട്ടം വഹിക്കുന്നവനുമാണ് അള്ളാഹു അല്ലെ. നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ വിലായത്ത് എല്ലാവർക്കും ഉണ്ട്, അതായത് മുഴുവൻ പടപ്പുകൾക്കും. അവൻ അവരോടെല്ലാം അടുത്തവനാണ്. അവരാരും അവന്റെ നിയന്ത്രണത്തിൽ നിന്നും കഴിവിൽ നിന്നും തീരുമാനം നടപ്പാക്കുന്നതിൽ നിന്നും എന്തില്ല, ഒന്നും പുറത്താകൂല അല്ലെ. അത് എല്ലാവർക്കും പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അതുപോലെ സൂറത്ത് യൂനുസിലൊക്കെ സുമ്മ റുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ. എന്നിട്ട് അവർ അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടും. അറിയുക, അവനത്രേ തീരുമാനാധികാരം, അവൻ അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. എല്ലാ കാര്യങ്ങളും അടക്കപ്പെടുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ് അല്ലെ. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത് വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്. മൗലാഹുമുൽ ഹഖ് എന്നുള്ള രണ്ട് ആയത്തുകളിലും സെയിം വാക്കുകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തേതില് സുമ്മ റുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് എന്നും മറ്റേതില് വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് പിന്നെ ആയത്തിന്റെ ലാസ്റ്റിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് സൂറത്ത് യൂനുസിന്റെ 30-ാമത്തെ ആയത്താണ്. അവിടെ വെച്ച് ഓരോ ആത്മാവും അത് മുൻകൂട്ടി ചെയ്തത് പരീക്ഷിച്ചറിയും. എല്ലാവരും അറിയും. അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും മടക്കപ്പെടും എന്നുള്ള കാര്യം തന്നെ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളെ കാര്യങ്ങളും നമ്മളെയും എല്ലാ റബ്ബിലേക്ക് മടക്കൂലേ. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ഇങ്ങനെ രാത്രി കിടന്നപ്പോ ഇല്ലേ, ഉമ്മാനെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് രണ്ട് ഉമ്മമാരെയും ഇങ്ങനെ ഓർത്ത്. അതില് ഞാന് എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മാന്റെ ഒരു ലാസ്റ്റ് സമയം പിന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ കിടന്നപ്പോ എപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോഴേ നമ്മൾ ഓർക്കും, പക്ഷെ ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ണിലേക്ക് വന്ന്. പിന്നെ ഞാൻ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വന്നതും ഉമ്മ പെട്ടെന്ന് ഇങ്ങനെ വീഴുന്നു, നമ്മൾ പിടിച്ച് അവിടെ കിടത്തി, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ ആംബുലൻസും അങ്ങനെ വേറെ ഹോസ്പിറ്റൽ മാറി, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഘട്ടം ഘട്ടമായി പലതും ഇങ്ങനെ നടന്ന്. പിന്നെ എന്താ പറയാ, ഒരു നിമിഷമാണ് അവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ച ആള് പെട്ടെന്നാണ് അവിടെ അത് സംഭവിക്കുന്നത്. ഒരു സ്ട്രോക്ക് വന്ന് ആകെ തളർന്ന് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നമുക്കുണ്ടല്ലോ ഒരവസാനം അല്ലെ ഈ ദുനിയാവില്. നമ്മളും എല്ലാവരും അവരൊക്കെ ഇപ്പൊ ഇന്ന് ഒറ്റക്ക് ഖബറുകളില് അല്ലെ കിടക്കുന്ന. ശരിക്കും നമ്മൾ മരണപ്പെട്ട പോയവരെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലെ അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ, ഖബറിൽ അള്ളാഹു ആശ്വാസം നൽകട്ടെ, സ്വർഗം എപ്പോഴും കണ്ടുപിടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും അതിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്ന്. അതൊരു കുടുംബ പ്രശ്നം ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ
അവിടെ അവർ പരസ്പരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നേ ഇല്ല. രണ്ട് ഭാഗത്തും പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും അല്ലെ അഡ്ജസ്റ്റ്മെന്റ് നടന്നാൽ ഒരുപക്ഷെ ഒന്നിച്ചു പോകാൻ പറ്റും. പക്ഷെ തീരെ വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ പിന്നെ പലതിനും വാശി പിടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു പിന്നെ കുടുംബത്തെക്കുറിച്ച് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മരണം എന്ന് പറയുന്ന ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ കഴിയും പിണങ്ങി നിൽക്കാൻ, മാറി നിൽക്കാൻ, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പം നമുക്ക് പണക്കമുള്ള ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കും, നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലെ? അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതിയില്ല, അതിനോട് തീരൂലേ? അവിടെ എല്ലാം തീർന്നില്ല. ഒന്നുകിൽ ഇപ്പൊ നമ്മൾ മരിച്ചാൽ അത് തീർന്നു, ഇല്ലെങ്കിൽ അവർ മരിച്ചാൽ അത് തീർന്നു എന്ന് വിചാരിച്ചാൽ ഈ ദുനിയാവിൽ നമ്മളെ മരണം എന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കും, അല്ലേ? അതിനിപ്പോ സമയവും കാലവും ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. ഒരു ഒരു നിമിഷത്തെ ഒരു സംഭവം അത് പെട്ടെന്ന് അള്ളാഹു തആലയുടെ തീരുമാനം അവിടെ വരുന്നു, മലക്കുൽ മൗത്ത് വരുന്നു, റൂഹ് പിടിക്കുന്നു, കൊണ്ടുപോകുന്നു, തീർന്നു. അല്ല, അത് ചിലപ്പോൾ അറ്റാക്ക് എന്ന് പറയും, ചിലപ്പോൾ സ്ട്രോക്ക് എന്ന് പറയും, ചിലപ്പോൾ കുഴഞ്ഞു വീണിട്ടാന്ന് പറയും, അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു റീസണ് പിന്നെ നമ്മളിങ്ങനെ പറയുന്നല്ലാതെ സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇതെല്ലാവർക്കും സംഭവിക്കേണ്ട കാര്യം തന്നെയല്ലേ, അല്ലെ? ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നേ ഇല്ല. നിമിഷ നേരം കൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞു. ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആരോടെങ്കിലും പിണങ്ങി നിൽക്കാൻ കഴിയും ഈ ദുനിയാവിൽ? എന്തിൻ്റെങ്കിലും പേരിൽ വാശി പിടിക്കാൻ കഴിയോ? എനിക്ക് ഇന്നത് അത് തന്നെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാശി പിടിക്കോ? അല്ലേ? നമ്മളിപ്പോൾ ഒരു വാശി പിടിച്ച് പിണങ്ങി നമ്മൾ കിടന്നു വിചാരിക്കുക, ആ ഉറക്കത്ത് നമ്മൾ റൂഹ് എന്തായാലും പിടിക്കുന്നുണ്ട്, അല്ലേ? ആ റൂഹ് അല്ലാഹ് തിരിച്ചു തന്നിട്ടില്ലെങ്കിലോ? ഇങ്ങനൊക്കെ ഒന്ന് ചിന്തിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാകോ? അല്ലെ? ആരോടെങ്കിലും വെറുപ്പുണ്ടാകോ? വിദ്വേഷം ഉണ്ടാകോ? പക ഉണ്ടാകോ? ഒന്നും ഉണ്ടാവില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. ശരിക്കും അതിനല്ല അള്ളാഹ് മരണത്തെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്. നമ്മളൊരു മടങ്ങിപ്പോക്ക്, ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിട്ടാണ് നമ്മൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ പര്യവസാനം എന്തായിരിക്കും? ഇല്ല, നമ്മൾ കിടക്കണ്ടേ ഖബറിൽ? നമ്മൾ ഓരോരുത്തരും അത് ചിന്തിക്കുന്നുണ്ടാ? അല്ലെങ്കിൽ ഒരു മടങ്ങിപ്പോക്കിനെ കുറിച്ച്? ഇപ്പൊ നമ്മള് ശരിക്കും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മടങ്ങിപ്പോക്ക് എന്നുള്ളത്. ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലെ? അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ. അതിൽ നിന്ന് ഒരാൾ ഒഴിവാകുന്നില്ല. അതെ, ഇവിടെ ഈ രണ്ടായത്തിൽ അള്ളാഹു തആല അല്ലെ നമ്മള് തീർച്ചയായും അള്ളാഹുലേക്ക് തിരിച്ചയക്കപ്പെടും. നമ്മളെ റബ്ബ്, നമ്മളെ രക്ഷിതാവ്, അല്ലെ, നമ്മളെ ഗാർഡിയൻ, നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന റബ്ബിലേക്ക് നമുക്ക് മടങ്ങി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമുക്ക് ഒരുപാട് അമല സാലിഹാത്തുകളായിട്ട് നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണ്ടേ, അല്ലേ? അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും നല്ല മരണം, ഏറ്റവും നല്ല ഈമാനുള്ള മരണം തന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശരിക്കും ഞാൻ വിചാരിക്കുന്നു, നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആരോടെങ്കിലും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കരുത്, അല്ലേ? നമ്മൾ എന്തിനാ പിണങ്ങുന്നത്? ശരിക്കും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? നമ്മളെ ശത്രു ഇല്ലേ ആരുമല്ല, അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളല്ല നമ്മളെ ശത്രു ആരാന്ന്? ശരിക്കും നമ്മളെ ശത്രു എന്ന് പറയുന്നത് ശൈത്താനാണ്, ഇബ്ലീസാണ്. നമുക്ക് അവനേ ഉള്ളൂ ശത്രുവായിട്ട് ഈ ദുനിയാവില്. അപ്പൊ ആ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുക. കുടുംബത്തിലാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാകട്ടെ, എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവനാ. അപ്പൊ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അവനൊരു അവസരം കൊടുക്കാതെ നമ്മൾ അവിടെ ഐക്യത്തോടെ സൗമ്യതയോടെ എല്ലാ നിലക്കുള്ള വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ ഒന്നുകിൽ നമ്മൾ ചിലപ്പോൾ വല്ലാണ്ട് താണു കൊടുക്കേണ്ടി വരും. പക്ഷെ എത്ര നമ്മൾ താണു കൊടുത്താലും ഇല്ലേ, നമുക്ക് നമ്മളെ റബ്ബിൻ്റെ അടുത്ത് കിട്ടുന്ന ആദരവ് അതെത്ര വലുതാന്നല്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ചാൽ ഈ ദുനിയാവിലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ അല്ലേ പിണങ്ങി നിൽക്കാൻ കഴിയും? ശരിക്കും നമ്മൾ അള്ളാഹിനെ കുറിച്ച് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അറിയും ചെയ്താൽ തന്നെ മതി. അള്ളാഹിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് അള്ളാഹിൻ്റെ ഇഷ്ടം, അള്ളാഹിൻ്റെ സ്നേഹം, അള്ളാഹിൻ്റെ പരിഗണന, അല്ലെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ റബ്ബിനെ നമുക്ക് കാണണം. നമുക്ക് സ്വർഗത്തിൽ ഇല്ലെ അടിച്ച് പൊളിക്കണ്ടേ, നമുക്ക് സുഖിച്ച് ഉല്ലസിക്കണ്ടേ? അതിനുള്ള അവസരങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എന്തിനാ അല്ലെ ഈ നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ പിന്നാലെ പായുന്നത്? അപ്പൊ നമ്മള്
നമ്മുടെ ആ മടങ്ങിപ്പോക്ക് അള്ളാഹു നമ്മളെ യഥാർത്ഥ രക്ഷാധികാരിയ, നമ്മളെ വലിയായ അല്ലെ, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മളെ റബ്ബിലേക്കുള്ള ആ ഒരു തിരിച്ചുപോക്ക്, നമുക്ക് എന്താ വേണ്ടേ എല്ലാം നമുക്ക് തരുന്നില്ലേ? വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി ചെയ്യുന്നില്ലേ എന്ന് നോക്കാതെ നമുക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, വായു, വസ്ത്രം, താമസിക്കാനുള്ള സൗകര്യം, അല്ലെ, നമ്മളെ ആരോഗ്യം, നമുക്ക് നടക്കാനും കേൾക്കാനും കാണാനും എടുക്കാനും പിടിക്കാനും വെക്കാനും എല്ലാം തരുന്ന, ഇതൊക്കെ തരുന്നത് ആരാ? നമ്മളെ റബ്ബ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അൽ വലിയായ അൽ മൗല ആയ ആ അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്തായാലും പിന്നെ അവിടെ വെച്ചിട്ട് എല്ലാവരും അറിയും എന്ന് പറയും. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്, അല്ലേ? താൻ ഓരോരുത്തരും മുൻകൂട്ടി ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും അവിടെ വെച്ച് അത് അറിയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുലേക്ക് അത് മടക്കപ്പെടുന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് അപ്പോൾ ഒന്നാമത്തെ വിലായത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെയും അള്ളാഹുവിന് മുഴുവൻ പടപ്പുകൾക്കും, മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ അല്ലെ മറ്റ് ജന്തുജാലങ്ങളെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു വിലായത്ത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും പരിഗണനയും തൗഫീഖും ഹിദായത്തും ഒക്കെ പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ള ഒരു വിലായത്തുണ്ട്. അത് ആർക്കെന്നറിയോ? വിശ്വാസികൾക്ക് മാത്രമുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലേ? ഇത് ആർക്കാണ്? ഇത് അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹത്തായ ആദരവാണ്, അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അള്ളാഹു തആല എന്താക്കും? ഏറ്റെടുക്കും, അല്ലേ? ഏറ്റെടുക്കുന്നു മാത്രല്ല, അവനായി നമ്മളെ ഈമാൻ അള്ളാഹ് സംരക്ഷിക്കും, വഴികേടിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആരാകണം? നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാകണം. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് നീ ആദരവ് നമുക്ക്. അപ്പൊ നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്തില്ലേ, സൂറത്തുൽ ബഖറയിലെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയത്ത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത്. അതിന്റെ ബാക്കി അങ്ങനെ വരുന്നത്. എന്നാൽ സത്യനിഷേധികൾ അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ആരാ? ശൈത്താൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അല്ലേ? താഗൂത്തിനെ നമ്മൾ ഒരിക്കലും എന്താക്കരുത്. അൽഹംദുലില്ലാഹ്, താഗൂത്തിനെ നമ്മൾ വലിയകളാക്കി സ്വീകരിക്കരുത്. നമ്മളെ വലിയ ആരാകണം? നമ്മളെ വലിയ നമ്മളെ റബ്ബ്. നമുക്ക് അള്ളാഹനെ മതി, അല്ലേ? ഹസ്ബി അല്ലാ, നമുക്ക് അത് മാത്രം മതി. അള്ളാഹു നമ്മളെ വലിയ ആയിക്കഴിഞ്ഞാൽ നമുക്കെന്ത് തരും? അള്ളാഹു നമുക്ക് കാരുണ്യം തരും, അല്ലേ? പാപമോചനം തരും. സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്, അൻത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് പൊറുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമ്മുടെ വലിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളല്ല ഏറ്റെടുത്ത് നമ്മൾ ഏറ്റെടുത്ത് എന്ന് മാത്രമല്ല, പിന്നെന്താ പറയുന്ന വെച്ചാൽ ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. അള്ളാഹു ആണ് നിങ്ങളുടെ രക്ഷാധികാരി, അവനാകുന്നു സഹായികളിൽ ഉത്തമൻ. അപ്പം നമ്മളെ റബ്ബ് നമുക്ക് വലിയാകണം, നമ്മൾ അള്ളാഹുവിൻ്റെ വലിയകളാകണം. രണ്ട് നിലക്കും ആകാൻ കഴിയണം. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു പറയുന്നില്ലേ, അതുപോലെ നമുക്ക് ആകാൻ കഴിയണം. നമ്മളെ വലിയാരാ? അള്ളാഹു, അല്ലേ? അള്ളാഹുവിൻ്റെ വലിയാരാ? നമ്മള്. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാകാൻ കഴിയണം, അല്ലേ? വലിയന് ഒരുപാട് അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മള് മുഹിബായ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ, ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഒരു വലിയാകാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മളെ വലിയായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. അത് എവിടെ വരെ ഉണ്ടാവും എന്നറിയോ?
എവിടെ വരെ ഉണ്ടാകുന്നറിയോ? നമ്മളെ സ്വർഗത്തിലെത്തുന്നവരെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ, നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷയേകിക്കൊണ്ട് അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയുന്നു, ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്ക് എന്തുണ്ട്? ദാറുസ്സലാം, അല്ലേ? ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട്. എവിടെയുള്ളത്? ഇൻദ റബ്ബിഹിം, ഇൻദ റബ്ബിഹിം. ഇൻദ റബ്ബിഹിം എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിട്ട് ഖുർആനിലൊന്ന് വെറുതെ എടുത്ത് നോക്കി നോക്കിയാ എത്ര സ്ഥലത്ത് ഉണ്ടാവുന്നു. ഒന്ന് പറ്റിയെങ്കിലും നോക്കണേ. ആരെല്ലാം നോക്കൂന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഫബീന നോക്കും, നമ്മളെ ഖമർബാന് നോക്കും, മാഷാ അല്ലാ. പിന്നെ നസ്രീൻ നോക്കും, ചിലപ്പോൾ തബ്ശീർ നോക്കുമായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും വർക്ക് കൊടുത്താൽ നല്ല ഉഷാറിൽ, നല്ല ആവേശത്തോടെ പിന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. മാഷാ അല്ലാ. അള്ളാഹു ഈ ദുനിയാവിലും ആഖിറത്തിലും എല്ലാത്തിലും അള്ളാഹു പിന്നെ മുമ്പിൽ തന്നെ ആക്കി കൊടുക്കട്ടെ. ആ ഒരു പരിശ്രമം, ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അള്ളാഹ് നിലനിർത്തി കൊടുക്കട്ടെ, പോയി നിലനിർത്തി കൊടുക്കട്ടെ. അവിടെയും അസ്സാബിഖൂന സാബിഖൂനിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാനിന്ന് പ്രത്യേകം പേര് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുറച്ചധികം ആൾക്കാർ നോക്കുമായിരിക്കും വിചാരിക്കാം, അല്ലേ? മാഷാ അല്ലാ. പിന്നെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ഫാസില. മാഷാ അല്ലാ. ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതുന്ന ആളാണ്. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അപ്പം ഇന്ദ റബ്ബിഹിം, അല്ലെ? നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാ. അള്ളാഹുവിന്റെ അടുക്കല് മറ്റേ നമ്മളെ ആസിയ ബീവിന്റെ പ്രാർത്ഥന ഒക്കെ എല്ലാരും പ്രാർത്ഥിക്കലില്ലേ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. മറന്നു പോയിട്ടില്ലല്ലോ, അല്ലേ? അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നിന്റെ അടുത്ത്, അല്ലെ, സ്വർഗത്തില് നിന്റെ അടുത്ത് എനിക്കൊരു വീട് തരണേന്ന് ആസിയ ബീവി പ്രാർത്ഥിച്ചത്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് നമുക്ക് ചോദിക്കണം, അല്ലെ? ആസിയ ബീവിക്കൊക്കെ കിട്ടിയ പോലെ അതിന്റെ അടുത്ത് തന്നെ നമുക്കും അല്ലാഹ് നീ തരണേ എന്തെല്ലാം പറയണമെങ്കിൽ നമുക്കെന്തെങ്കിലുമൊക്കെ വേണ്ടേ, അല്ലേ? നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് മാത്രം ഒതുങ്ങുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവിടെ അള്ളാഹു അവരുടെ രക്ഷാധികാരിയായിരിക്കും. അത് എന്ത് കാരണത്താലാണ്? വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിട്ടാണ്. അള്ളാഹു തആല അവരെ എന്താക്കിയത്? വലിയകളാക്കിയത്, മൗല ആക്കിയത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ല. അവിടെ സ്വർഗം, അല്ലേ? ദാറുസ്സലാം. പരിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അൽ വലി എന്നുള്ള നാമം വന്നിട്ടുണ്ട്. മൗല എന്നുള്ള നാമം 12 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. മൗല പറയുമ്പോൾ പിന്നെ ഒരാൾ ആശ്രയിക്കുകയും അവലംബിക്കുകയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നാളുകളിൽ സന്തോഷത്തിലും സന്താപത്തിലും അഭയം കാണുകയും ചെയ്യുന്നവനാണ് അൽ മൗലയായ അള്ളാഹു. അൽഹംദുലില്ലാഹ്. എന്താന്നറിയില്ലേ, ഇന്ന് നേരം വെളുത്തിട്ട് തുമ്മിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആരെന്താ ഇർഹംകല്ലാഹ് അറിയാത്തെ? ഞാൻ പറഞ്ഞു അല്ല, എന്നാലല്ലേ എനിക്ക് ബാക്കി പറയാൻ കഴിയും. 187 കാണിക്കും. ബാക്കി സ്ക്രീനിലുണ്ടാവും. അപ്പം അൽ വലി, അതുപോലെ അൽ മൗല, ഒരാൾ ആശ്രയിക്കുകയും അവലംബിക്കുകയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നാളുകളിൽ സന്തോഷത്തിലും സന്താപത്തിലും അഭയം കാണിക്കുകയും ചെയ്യുന്നവനാണ് അൽ മൗലയായ അള്ളാഹു. ഒരാൾ ആശ്രയിക്കുകയും അവലംബിക്കുകയും പിന്നെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നാളുകളിൽ സന്തോഷത്തിലും സന്താപത്തിലും അഭയം കാണുകയും ചെയ്യുന്നവനാണ് ആര്? അൽ മൗല. ഈ മൗല, ഈ വിലായത്ത്, ഇത് ആർക്കാ കിട്ടാന്നറിയോ? അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ അള്ളാഹുവിൻ്റെ ദാസന്മാർക്കാണ്. മറ്റേ വിലായത്ത് രണ്ടാൾക്കും കിട്ടുമെന്ന് പറഞ്ഞ്, ആദ്യത്തേത് പിന്നെ
പൊതുവായിട്ടുള്ളത് പറഞ്ഞു, പിന്നെ വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ളതും പറഞ്ഞു. എന്നാൽ ഇത് വിശ്വാസികളിൽ ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത്. ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم. സൂറത്ത് മുഹമ്മദിൽ അല്ലേ, അള്ളാഹു സത്യവിശ്വാസികളുടെ മൗലയാണ്, രക്ഷാധികാരിയാണ്. സത്യനിഷേധികൾക്കാകട്ടെ ഒരു രക്ഷാധികാരിയും ഇല്ല. സൂറത്തുൽ അൻഫാലിൽ പറയുന്നില്ലേ, നിഅമൽ മൗല വ നിഅമൻ നസീർ അല്ലേ, വഇൻ തവല്ലൗ ഫഅലമു അന്ന അല്ലാഹ മൗലാക്കും നിഅമൽ മൗല വ നിഅമൻ നസീർ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഇപ്പം നമുക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ബാധിക്കൂല അല്ലേ, അവനാണ് ആര്, ഞങ്ങളുടെ യജമാനൻ. ഇപ്പോൾ നമ്മൾ അല്ലേ, നിഅമൽ മൗല, അള്ളാഹു എത്ര നല്ല രക്ഷാധികാരിയാണ്. വനിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ്. ഒരു മിനിറ്റ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമം അല്ലേ, അൽ വലിയ്, അൽ മൗല, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി അത് നമ്മൾ ഉൾക്കൊണ്ട് അല്ലേ, നമുക്ക് അങ്ങനെ ഉള്ള ഈ പറഞ്ഞ ഈ ക്വാളിറ്റീസൊക്കെ നമുക്ക് ഉണ്ടാകാനും അങ്ങനെ നമുക്ക് അള്ളാഹു തആലൻ്റെ ഈ ഒരു വിലായത്ത് ലഭിക്കാനും അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ അല്ലെ നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന, അള്ളാഹു എല്ലാ നിലക്കും സംരക്ഷണം ഏറ്റെടുത്ത, പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള അല്ലേ ഒരു വിലായത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ പിന്നെ ദുആയിൽ ഈ ഒരു ഇത് വരുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പിന്നെ കുറേ ഇതൊക്കെ എടുത്ത് പറഞ്ഞിട്ടില്ലേ, ദുആ ചെയ്തിട്ടല്ലോ. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമുക്കും പ്രാർത്ഥിക്കാട്ടാ. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശ്ശഹാദ അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ പറയുന്നില്ല, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ അല്ലേ, അള്ളാഹു നീ എനിക്ക് അധികാരം നൽകി, എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു തന്ന്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ നീയാണെന്ത് എനിക്കുള്ളത്, നീയാണെന്ത്, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, നീയാണ് എൻ്റെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എൻ്റെ എല്ലാ നിലക്കുമുള്ള രക്ഷാധികാരി. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും നല്ല സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. നല്ല പ്രാർത്ഥനയാണ്, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന. അതുപോലെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ലേ, ഞാൻ പ്രത്യേകം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. കേട്ടാ, أنت وليها ومولاها. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ വാചകങ്ങളും ഈ വലിയും മൗലയെല്ലാം ഓർമ്മിച്ചിട്ട് ഇതുവരെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഓക്കെ, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാ, അതെ അവിടെയും വരുന്നുണ്ട്. മാഷാ അല്ലാ. പിന്നെ
അതുപോലെ ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല പ്രാർത്ഥനയാണ് കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ബുഖ്ലി വൽ ജുബ്നി വൽ ഹറമി വഅദാബിൽ ഖബ്ർ. അല്ലാഹുവേ, അശക്തതയിൽ നിന്ന്, അലസതയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്നെല്ലാം ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലേ, എൻ്റെ നഫ്സിന് നീ എനിക്ക് അതിൻ്റെ ഭക്തി, അല്ലേ, ഭയഭക്തി നൽകണമേ. വസക്കിഹ, നീ അതിനെ സംസ്കരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, സംസ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണല്ലോ നീ. അൻത വലിയുഹ വ മൗലാഹ, നീയാണ് അതിൻ്റെ രക്ഷാധികാരിയും, അല്ലേ, അതിൻ്റെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തവൻ നീയാണ്. അൻത വലിയുഹ വ മൗലാഹ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, അല്ലേ, ഒരു ഉപകാരവുമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശൗ, ഭയമില്ലാത്ത, നിന്നെ ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നും. പിന്നെയോ വമിൻ നഫ്സിൻ ലാ തഷ്ബഉ, നിറയാത്ത മനസ്സ്, അല്ലേ, നിറയാത്ത മനസ്സിൽ നിന്നും. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നുമെല്ലാം ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ നല്ലൊരു പ്രാർത്ഥനയാണത്. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുക, നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുക, സുജൂദിൽ പ്രാർത്ഥിക്കുക, അത്തഹയ്യാത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുക, എല്ലാ സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണിത്. നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുക, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കുക കേട്ടോ. ഇത് 3 പാർട്ടായിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത് 3 പാർട്ടാക്കിയിട്ട് പഠിച്ചാൽ മതി. ആദ്യത്തത് പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ബുഖ്ലി വൽ ജുബ്നി വൽ ഹറമി വഅദാബിൽ ഖബ്ർ, അതുവരെ പഠിക്കാം. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ, അതുവരെ പഠിക്കാം. സെക്കൻഡ് പാർട്ട് പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അങ്ങനെ 3 പാർട്ടായിട്ട് പഠിക്കാം കേട്ടോ ഇൻഷാ അല്ലാ. നല്ലൊരു പ്രാർത്ഥനയാണ്. അതിൽ വലിയും മൗലിയും ഓർമ്മിക്കുക. ഇപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ദുആ ചെയ്യുമ്പോൾ ഓരോ നാമങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അർത്ഥവും ആശയവും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചാൽ എന്താക്കാൻ കഴിയും, നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ആ നാമത്തെ നമുക്ക് നമ്മളെ ഓർമ്മയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു മിനിറ്റ് ഉണ്ടായിന്. 2 റക്അത്തുകൾ സ്വർഗം നിർബന്ധമാക്കും എന്ന് പറഞ്ഞിട്ട്, അത് ശരിക്കും പിന്നെ കുറേ മുമ്പേ നമ്മൾ പറഞ്ഞതാണ്, അല്ലേ, നമ്മൾ പറഞ്ഞത്. അതായത് ഞാൻ എന്നാലും നമ്മൾ ശരിക്കും എന്താന്നോളിന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുമല്ലോ, അല്ലേ. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകമായിട്ടൊരു 2 റക്അത്തല്ല പറയുന്നത്, അല്ലേ. അത് എപ്പോഴായാലും നമുക്കൊരു 2 റക്അത്ത് മനസാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര, അല്ലേ, അത് സ്വർഗം നിർബന്ധമായി എന്നല്ലേ പറയുന്നത്. അവന് സ്വർഗം നിർബന്ധമായി. കുറേ മുമ്പ് ഞാൻ അബ്ദുസലാം മുഹമ്മദിന്റെ ക്ലാസ് ഇതുപോലെ കേട്ടേരോ, ഞാൻ ഭയങ്കരമായിട്ട് അതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കലുണ്ടായിരുന്നു. റമദാനിലൊക്കെ നമുക്കിങ്ങനെ പറ്റൂലേ. എന്നിട്ട് ഇത് ഇന്നലെ മിന്നാന്ന് ഞാൻ ഇങ്ങനെ കേട്ട മുതലേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൽഹംദുലില്ലാഹ് ആ ഒരു ചിന്ത വന്നേരം ഒന്നും കൂടി നിസ്കാരത്തിൽ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇങ്ങനെ കഴിയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരും, ഇല്ലേ, നിസ്കാരം തന്നെ നമ്മളത് ശരിയായാൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. കാരണം നിസ്കാരം ശരിയായാൽ തന്നെ അത് എല്ലാം അതീന്നല്ലേ പറയുന്നത്. മുമ്പിന്റെ സുന്നത്ത് നിസ്കാരം നരകം ഹറാമെന്ന് പറയുന്നില്ല, അല്ലേ? നരകം അവന്റെ മേൽ നിഷിദ്ധമാക്കി എന്ന് പറയുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ ഈ ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വരുന്നില്ലേ, 2 സിമ്പിളായ ചെറിയ പ്രാർത്ഥന, പക്ഷെ അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അല്ലാഹുമ്മ ഹദിനി വസദ്ദിദിനി എന്നുള്ള പ്രാർത്ഥന, അതും സിമ്പിൾ പ്രാർത്ഥനയാണ്. എല്ലാവരും പറ്റിയെങ്കിൽ അത് പഠിച്ചിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അതിൽ ചോദിക്കുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അത് അല്ലാഹുമ്മ ഹദിനി, അല്ലേ, അള്ളാഹുവിനെ ഹിദായത്ത് നൽകണേ. എന്നിട്ടോ വസദ്ദിദിനി എന്ന് പറഞ്ഞാൽ അതിലെനിക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് തരണേന്നാണ്. അല്ലേ, മാർഗദർശനം നൽകുന്നവൻ അള്ളാഹു. നമ്മൾ ഹിദായത്ത് പഠിച്ചതല്ലേ, അല്ലേ, ഹുദാ ഹാദി എന്നുള്ള ഇതിൽ നമ്മൾ പഠിച്ചില്ല. അള്ളാഹിന്റെ ആ ഹിദായത്ത് നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ആ കഴിവ് തന്ന അവന് തന്നെ നമുക്ക് എന്താക്കാൻ കഴിയും, നമ്മളെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഇതും അള്ളാഹ് തന്നെ തരാൻ കഴിയും. അപ്പൊ അത് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ
അത് ഇന്ന് രാവിലെ ഞാൻ കേട്ടു 27 മിനിറ്റ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ. ആ നല്ല വിശദീകരണം. സുബ്ഹാനല്ലാ. എത്രേന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും മൊഹ്സിൻ എഴുതിയതും രണ്ടാളും മത്സരിച്ചിട്ട് ഒരേ വിഷയം തന്നെ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഇതന്നെ പിന്നെ ടോപ്പിക്ക് വരുന്ന 1 മിനിറ്റുള്ളതായാലും കൂടുതലുള്ളതായാലും എല്ലാം ഈ ഹിദിനി വസദ്ദിനി എന്നുള്ള പ്രാർത്ഥന നല്ല ഇതിൽ അതിന്റെ തൗഫീഖും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല. ഇല്ലില്ല, ഇതില് കണ്ട യൂട്യൂബില് കണ്ടത്. അപ്പൊ എനക്കും തോന്നിയത് ഒരു 10 പ്രതിഫലം കിട്ടുന്നത്. മാഷാ അല്ലാ. ആ അതന്നെ, ഞാൻ പരമാവധി കിട്ടുന്നതെല്ലാം ഇടാൻ നോക്കലുണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എല്ലാം ഇട്ടിട്ട് കുറേ ഗ്രൂപ്പ് നിറക്കണ്ട. പിന്നെ ആ നടക്കും ഒരു പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിന് നിങ്ങളെ മിഷ്കാത്ത് ഗ്രൂപ്പൊന്നും ഒന്ന് എന്നെ ലെഫ്റ്റ് ആക്കോ, ഇതൊന്നും ലെഫ്റ്റ് ആകാനും കഴിയുന്നില്ല, കുറേ മെസ്സേജ് വന്നിട്ട് ഫോൺ ഫുള്ളായിട്ട് ഹാങ് ആവുന്നു. അത് കണ്ടിട്ട് അനക്കായ നമ്പർ സേവും അല്ല, ഇതെങ്ങനെ പരതി പിടിച്ചിട്ട് ഞാനെങ്ങനെ ലെഫ്റ്റ് ആക്കാന്ന് വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് ആക്കിയിട്ടും ഇല്ല. അല്ലാ. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് ചില ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടാകുന്നുണ്ടാവുമായിരിക്കും അല്ലേ, കുറേ മെസ്സേജ് വരുമ്പോൾ. ചില ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടാവും മാഷാ അല്ലാ. പിന്നെ ഓരോരുത്തർക്ക് വേഗം ക്ലിയർ ചാറ്റ് ചെയ്താൽ മതി. കണ്ടതും കേട്ടതും അങ്ങ് ക്ലിയർ ചാറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് സ്റ്റാർ ഇട്ടിട്ട് വെക്കാം കേട്ടോ. എന്തായാലും ഫോണിൽ സ്റ്റാർ ഇട്ട് വെക്കുമ്പോ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും കൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റഹ്മാനായ റബ്ബേ, കരുണാനിധിയായ അള്ളാഹുവേ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ അള്ളാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ പൂർണ്ണമായും ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ നിലക്കും നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രക്ഷാധികാരിയായി ഈ ദുനിയാവിലും ആഖിറത്തിലും നീ ഉണ്ടാകണേ അള്ളാഹുവേ. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന സച്ചരിതരായ നല്ല ദാസന്മാരിൽ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഒരിടം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിലെ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അല്ലാ, അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഏറ്റവും നല്ല ഒരു ഉമ്മത്തായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് ലഭിച്ച അറിവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നല്ല തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്ത് നീ വാഗ്ദാനം ചെയ്ത ആ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കാനുള്ള നല്ല തൗഫീഖ് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്റെ തൃപ്തിയോട് കൂടി ദുനിയാവിലെ ജീവിതം വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഖബറുകളിൽ നമ്മൾ ഒറ്റക്കാകുന്ന അവസരത്തിൽ നാഥ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് കൂട്ടുകാരനായി ഞങ്ങൾക്ക് അവിടെ വെളിച്ചമായി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ സൽക്കർമ്മങ്ങളും നീ പൂർണ്ണമായും സ്വീകരിക്കണേ അല്ലാ. ഒന്നുപോലും നീ പാഴാക്കി കളയല്ലേ റഹ്മാനെ. നാളെ വിചാരണാ നിലയത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് റബ്ബേ, വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ റബ്ബേ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ, അവിടെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു റഹ്മാനായ നാഥ. അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവരിലേക്ക് നിന്റെ സഹായ ഹസ്തം നീ വർഷിപ്പിക്കണേ റഹ്മാനെ. മുസ്ലിങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന് നീ വിജയം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.